എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. കുഞ്ഞെ, എന്തായിക്കാ രാവിലെ? യാത്ര ചോദിക്കാൻ വന്നതാ. നാട്ടിൽ പോയിട്ട് വരുന്നതിന് ഇങ്ങനൊരു യാത്ര കടങ്ങളൊക്കെ ഒരുവിധം തീർത്തു. ഒരു കൊച്ചു വീടും പണിതു. അടുത്ത ആഴ്ച വാടക വീട്ടിൽ നിന്ന് ഉമ്മയും കൂട്ടി അങ്ങോട്ട് മാറണം. നന്ദിയുണ്ട് കുഞ്ഞെ, ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അങ്ങനെ കരുതിയാൽ മതി. പടച്ചോനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നാൽ പടച്ചോൻ നമ്മുടെ ചുറ്റിനുമുണ്ട്, മനുഷ്യനായിട്ട് തന്നെ. അങ്ങനെ എൻ്റെ മുന്നിലെത്തിയ പടച്ചോനാണ് കുഞ്ഞ്. അന്ന് കുഞ്ഞെനിക്ക് തന്നത് ജോലി മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ്. കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. വരട്ടെ കുഞ്ഞ്. ശരി. പുള്ളിക്കാരൻ വന്നില്ലേ? എത്ര മണിക്കാ ഇനോഗ്രേഷൻ? 10:30. ഇപ്പൊ എത്ര മണിയായി? 7:30. ഇപ്പഴേ ആളെ ഇവിടെ കൊണ്ടിരുത്തണം. വേണ്ട. അല്ല, അതെ, സമയത്തിനൊക്കെ വരുവോ? സിനിമാക്കാരാ, ആർക്കറിയാം. അതെ, ഗസ്റ്റുകൾ ഒരുപാട് പേരുണ്ടേ, അവരൊക്കെ തിരക്കുള്ളവരാ. ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന കുക്കിന് താമസിക്കാൻ സ്ഥലം റെഡിയായോ? ഇല്ല, തൽക്കാലം എന്നോട് നിൽക്കട്ടെ, 2 ദിവസത്തിൽ ശരിയാക്കി കൊടുത്തോളാം. എന്നാലേ ആ വക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബലൂൺ എടുത്ത് വേഗം ഒട്ടിക്കാം. ഗസ്റ്റുകൾക്കെല്ലാം ഒരു ഗ്ലാസ് നേർപ്പിച്ച രസം. 10:30 മണിക്ക് ഇനോഗ്രേഷൻ, അത് കഴിഞ്ഞാൽ മീറ്റിംഗ്, മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ. 12 മണിക്ക് ഇല നിർത്തണം. നമ്മുടെ ലിസ്റ്റിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രം സ്പെഷ്യൽ ടൈം. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരും തിക്കി തിരക്കരുത്. അതെ, ചേട്ടനോടാ പറഞ്ഞത്. അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ബാക്കിയൊക്കെ ചാക്കോ പറയും. ശരി. അല്ല, അതെ, ഞാൻ കൂടെ വരണോ? ചേട്ടൻ ഇവിടെ നിൽക്ക്. ആളുകളെ വധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? എന്റെ സ്വഭാവം മാറ്റും. നാരായണ, മുറിക്കകത്തേറി ഒളിച്ചിരിക്കാതെ കഥ തുറക്കടാ മമ്മതെ. കട്ടും മോട്ടിച്ചും കള്ളനോട്ട് അടിച്ചൊന്നുമല്ല. വീടും പറമ്പും ഉമ്മയുടെ കെട്ടിയുടെ പണ്ടങ്ങൾ പണയം വെച്ചിട്ടാടാ ഞാൻ നിനക്ക് പൈസ തന്നത്. എന്നിട്ടിപ്പോ എനിക്ക് വിസ ഇല്ല, ജോലിയില്ല. എന്റെ പാസ്പോർട്ട് നീ പിടിച്ചു വെച്ചു. ഹറാം പറപ്പ് കാണിച്ച നാട് ഗൾഫ് ഒരുപോലെ ഈ അബ്ദുവിന് കുത്തി മരത്തം ഞാൻ പാതിലുറക്കടാ. ഞാൻ ചവിട്ടി പൊളിക്കും. ഓക്കെ ഓക്കെ. എത്ര മണിക്കാ? 10:30 മണിക്കാ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ ഹോട്ടലിൽ പോകുന്നു, ഒന്ന് ഫ്രഷ് ആകുന്നു. ഓക്കെ ഓക്കെ. ഞാൻ 2 മണിക്ക് എത്താം. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. ടോട്ടലി ഇവിടെ 80 പേർക്ക് ഇരിക്കാം. പിന്നെ വേണമെങ്കിൽ പുറത്തു അറേഞ്ച് ചെയ്യാം. ഇവിടെ വെളിയില്ല. ഇവിടെ ലൈവ് ദോശ കോർണറുണ്ട്. ഇതാ മെനു കാർഡ്. മൾട്ടി ക്വിസിൻ ആണ്. ഇന്ത്യൻ ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, അങ്ങനെ കുറച്ച്. വെൽ ഡൺ, വെരി ഗുഡ്. ഇനി നല്ല ദോശ അടിക്കാലോ. സ്നേഹം നിറഞ്ഞവരെ, രസം റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എല്ലാമായ ശ്രീ ബാലശങ്കർ രചിച്ച നളചരിതം എന്ന ഗ്രന്ഥം, നളപാകം, ക്ഷമിക്കണം, നളപാകം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ശ്രീ RC മേനോന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ബന്ധുവും എല്ലാവരുടെയും പ്രിയങ്കരനുമായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാർ നിർവഹിക്കുന്നു.
നളചരിതമാണോ നളപാകമാണോ എന്ന് ഗോവിന്ദൻ ചേട്ടനൊരു സംശയം. ഒരുപാട് വായിക്കുന്നവർക്കുണ്ടാകുന്ന സംഭ്രമം അല്ലേ? മേനോൻ ഇരിക്കൂ. നളനാണ് പാചകത്തിൽ ഏറ്റവും വലിയ നിപുണനെന്ന് പുരാണത്തിൽ പറയുന്നു. ആ നളന്റെ പാകമാണ് നളപാകം. അതുകൊണ്ട് തന്നെ പാചക വിധികളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് നളപാകം എന്ന പേര് ഏറ്റവും ഉചിതമാണ്. ഈ പുസ്തകം മറ്റ് പല വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ സൂത്രങ്ങൾ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പാചകത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും ഗവേഷണവുമുള്ള ഒരു തിരുമേനിയുടെ മകനായി ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടു നിന്ന് ഒടുവിൽ ബിടെക് കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന ബ്രാഹ്മണ യുവാവ്. ഈ നിലയിലെത്തിയ കഥ ബാലു നല്ല ഭംഗിയായി തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിറങ്ങുന്ന ഒരു മാഗസിൻ സീരീസായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. പക്ഷെ കഥയിൽ പറയാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ. താൻ ഒരുപാട് സ്നേഹിക്കുന്ന പലരുടെയും സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാകാം ബാലു അത് ഒഴിവാക്കിയത്. പക്ഷെ ഇപ്പം എല്ലാം ഒരു തമാശ പോലെ ഓർക്കാം. അവിടെയും ഒരു നിമിത്തമായത് ഞാനായതുകൊണ്ട് വിട്ടുപോയത് ഞാൻ തന്നെ പറയാം. എങ്കിലേ ഈ കഥ പൂർണ്ണമാകും. കുന്നരെ ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ നടന്നോട്ടെ. ഇവിടുത്തെ കാര്യം വെടുപ്പായിക്കോളും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ തന്നെ. ആദ്യത്തെ ദക്ഷിണ തിരുവേനിക്കാകാന്ന് കരുതി തിരക്കാവുന്നതിന് മുമ്പ് ആ ചടങ്ങ് നടത്താമെന്ന് ഓ വെച്ചു. മോളെ ആയിക്കോട്ടെ. തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം. തൃപ്തിയായി. ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി. ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം. ഏയ് ഇല വെക്കുന്ന നേരത്ത് കണ്ടാ മതി. അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോട്ടെ. ആയിക്കോട്ടെ. ശരി ശരി. ഞങ്ങള് ഹാജർ. ആരായത്? കല്യാണം കൂടാൻ എത്തിയതാ. ആഹാ, വരണ്ടേ? ആ ഉള്ളത് പറഞ്ഞ വരന്റെ ആൾക്കാരല്ല, വധുവിന്റെ ആൾക്കാരും അല്ല. ശരിക്കും കല്യാണം കൂടാനെന്ന വ്യാജേന സദ്യ ഉണ്ണാൻ വന്നവരാ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു വഴിപാട് മാതിരിയാ അത്. തിരുമേനിയുടെ പാചകം എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും. എന്താ കോന്നാരെ, നാളെ എത്രയാ? 3 അട പരിപ്പ് പാൽപ്പായസം. ഓ, പഴപ്രഥമം കൂടി ആവായിരുന്നു. ആയിക്കോട്ടെ, തിരുമേനി തീരുമാനിച്ചാ മതി. ഏയ് ഇനി മാറ്റമൊന്നും വരുത്തണ്ട. പഴം അടുത്ത തവണ ആവാം. ഞാൻ വെറുതെ പറഞ്ഞതാ, ഒരു മോഹം. എവിടെയാ സ്ഥലം? ഇരിഞ്ഞാലക്കുട. ആ, തിരുമേനി, ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അജിത് കുമാർ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേഹണ്ണക്കാരനാണ്. ഓ ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ. ഇത് ഉസ്മാൻ. ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കണ ആളാ. നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാലോ. അപ്പോ താമസിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട്. വണ്ടിക്കൂലി, താമസം ഒന്നും ഓർത്താ ഒക്കെ പണച്ചെലവാ. എന്നാലും തിരുമേനിയുടെ കൈപ്പുണ്യം ഓർത്താ. ഇവിടെ അടുത്താ വീട്. ഓ, അങ്ങോട്ടേക്കൊന്ന് വരിക. എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം. ഐ വന്ന പടിയാ. ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ആയിക്കോട്ടെ. ഓ, അതെ, ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്കെന്താ? അതെ, സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും. അണിയറയിൽ പോയി ചുട്ടുകുത്ത് മുതലേ അനുഭവിച്ചു തുടങ്ങണം. എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ.
അവര് വന്നോട്ടെ, പുകയും മണമൊക്കെ പിടിച്ച് ഈ മൂലയ്ക്ക് എവിടെങ്കിലും കൂലി പിടിച്ചിരുന്നോളും. അതല്ല, കൂടെ വന്നവൻ പാചകക്കാരനാ പറഞ്ഞു. അവൻ തിരുമേനിയുടെ സൂത്രങ്ങൾ അടിച്ചു മാറ്റാനുള്ള പ്ലാനാ. ആഹാ, ഗോവിന്ദാരിപ്പ് എത്ര കൊല്ല എന്റെ കൂടെ? 18. എന്നിട്ട് നിങ്ങൾ സൂത്രങ്ങൾ പഠിച്ചോ? എന്നിട്ട് 6 ദിവസം കൊണ്ട് വേറെ വന്ന് പഠിക്കാൻ പോകുന്നത്? അവിടെ എന്താ തനിക്ക് പണി? ഇപ്പോ ആ. എന്താ പണി? ആ. അരി കഴിയണം. എന്നാ കഴുക്. ഓ. ആ. ഓ, ഹലോ. ഉണ്ടല്ലോ. ആ, കൊടുക്കാം. വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന്. ഹലോ, എന്താ എപ്പാ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? എന്താ ശരിക്കും? ഞാൻ വരാം, ഉടനെ വരാം. ദാമു, ആ വണ്ടി എടുക്ക, ഞാൻ വീട് എടുത്ത് പോയിട്ട് വരാം. അല്ല, എന്താ ഇപ്പൊ ഉണ്ടായേ? വന്നിട്ട് പറയാം. എന്താ എന്താ? എനിക്കറിയില്ല. എന്റെ ഈശ്വര, ഇല്ലത്ത് എന്തോ അനർത്ഥം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, എവിടെ? അകത്തുണ്ട്. താനിത് വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? ഇല്ലെന്നേ. അല്ല, തനിക്കിനി ആള് തെറ്റിയൊന്നും അല്ലല്ലോ? അല്ല, ആളിത് തന്നെ. ഈ മിമിക്രിക്കാരുണ്ടേ, കണ്ടാ അതുപോലൊക്കെ തന്നെ ഇരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ. ശരി. നമസ്കാരം. നമസ്തേ. നമസ്കാരം. എനിക്ക് വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. ഓ, അത്ഭുതം. അല്ലാതെ ഇതിനൊരു വാക്കില്ല. ഈ താടിയൊക്കെ മലയ്ക്കുമുണ്ടോ? ഇല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയാ. ഓ ഓ, ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട്. ചില കല്യാണങ്ങൾക്ക് ഗുരുവായൂര്, ചിലരൊക്കെ നേരിട്ടറിയാം. പക്ഷേ അടുത്ത് കാണണം എന്ന് ആഗ്രഹിച്ച ഒരാള് ദാ. പക്ഷേ ഈ വിദ്വാൻ ഗുരുവായൂരപ്പനെ പോലെയാ, പിടിതരില്ല, വഴുതിക്കളെ. ഇപ്പതാ പ്രത്യക്ഷമായി. ഇരിക്കാം. വരൂ, ഇരിക്കൂ. ഇദ്ദേഹം മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. ഇത് വി കെ മേനോൻ. മേനോൻ ദോഹയിലാണ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട്. നാട്ടിൽ ഞങ്ങൾ അയൽവക്കമാണ്. നാടെന്ന് പറയുമ്പോ പത്തനംതിട്ട, എലന്തൂര്, അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അയൽവക്കം എന്ന് മാത്രമല്ല, ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നവരാണ് അന്നും ഇന്നും. ഓ, അത് മറന്നു. കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. ഇതാണ് എന്റെ മകന്റെ അമ്മ. അടുക്കളയിൽ നിന്ന് വരകത്തേക്ക് വന്നോണ്ടിരിക്കുക, വാതിൽ വരെ എത്തി. എന്താ കുടിക്കാൻ? അങ്ങേക്ക് ഇഷ്ടമുള്ള എന്തും. എന്നാ തനിക്ക് ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ. തിരക്കുണ്ടോ? തിരുമേനിക്ക് തിരക്കുണ്ടെങ്കിലേ ഉള്ളൂ. തൽക്കാലം വലിയ തിരക്കില്ല. അവിടെ കറിക്കരിയൽ വരെ ആയിട്ടുള്ളൂ. അത് കുട്ടികൾ നോക്കിക്കോളും. പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചില്ല. നളൻ നാരദരോട് ചോദിച്ചതുപോലെ, വരവിന്ന് ഇങ്ങ് നിന്ന് എന്തിനി ചെയ്യേണ്ടു ഞാൻ? വിൺവാക്ക് പറയുന്നതല്ല, തിരുമേനിയെ നേരിട്ട് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു. ഈശ്വര. ഇന്നിപ്പോ മേനോൻ ചേട്ടൻ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോ കൂടെ കൂടി. എല്ലാം കൂട്ടിയിടയ്ക്ക് നോക്കുമ്പോ ഒരു നിമിത്തം, അല്ലാണ്ടെന്താ പറയുക? എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പറ്റൂന്ന് വെച്ചാൽ, എന്റെ മോളുടെ വിവാഹമാണ്. ഓ, അതിന് സ്വാദുള്ള ആഹാരം വെച്ചു കൊടുത്ത് തിരുമേനി അവളെ അനുഗ്രഹിക്കണം. ഓ, സന്തോഷം. എപ്പോഴാ? അതെ, ആ ബുക്കൊന്ന് എടുത്തേ. മോന്റെ കമ്പ്യൂട്ടറെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ തുറക്കണേ, ആവും വരണം. എനിക്ക് പഴയ ശീലമാണ്, എല്ലാം എഴുതി വെക്കും. എപ്പോഴാ? ഒക്ടോബർ 15. ഒക്ടോബർ 15 എന്ന് പറയുമ്പോ ചിങ്ങം കന്നി. അപ്പൊ മുഹൂർത്തം ഉണ്ടാവില്ലല്ലോ. തിരുമേനി, വിവാഹം ഇവിടെ വെച്ചല്ല, അങ്ങ് ദോഹ വെച്ചാണ്. മേനോൻ ചേട്ടന് പരിചയമുള്ള ആൾക്കാരൊക്കെ ദോഹയിലാണ്. വരന്റെ അച്ഛന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ദോഹയെ വെച്ചാണ് കല്യാണം. അപ്പോ ദുബായ് വെച്ച് കല്യാണം, സദ്യ ഇവിടെ, അങ്ങനെയാ? അല്ലല്ല, രണ്ടും അവിടെ വെച്ച് തന്നെ. അപ്പൊ സദ്യ ഇവിടെ വെച്ചുണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി? അല്ല തിരുമേനി ദോഹയിലോട്ട് വരണം ഒരു 3 ദിവസത്തേക്ക്. നമ്മുടെ നാടിന്റെ രുചി
അവിടെ ഉള്ളവരും അറിയണമെന്ന് മേനോൻ ചേട്ടന് വലിയൊരു ആഗ്രഹമുണ്ട്. ഓ കഴിയുന്നതും ഒഴിവ് പറയരുത്. ഫോണിൽ പറയാതെ നേരിട്ട് വന്നത് അതുകൊണ്ടാ. അല്ല അതെ, ഞാൻ വന്നത് തിരുമേനിയെ നിർബന്ധിക്കാനല്ല. പക്ഷെ മേനോൻ ചേട്ടന്റെ ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹലോ, ആ ആര്? ഇപ്പൊ വരാം. വരാടാ, വെയിറ്റ് ചെയ്യ്. ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല. വിറക് അതിൽ തന്നെ വേവണമല്ല. ഈ തെങ്ങും റബ്ബറും ഒന്നും പറ്റില്ല. നല്ല പുളിമ്പറക് തന്നെ വേണം. പിന്നെ തൊണ്ട, ചിരട്ട, കൊതുമ്പ് അതൊക്കെ ആവാം. ആ പിന്നെ വെള്ളം, ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല. ശുദ്ധമായ കിണറ്റിൻ നീര് ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ദുബായില്? വെള്ളം ശുദ്ധമാണ്. പിന്നെ വിറകും മറ്റും അവിടെ നിന്ന് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ആ പാത്രങ്ങള് ഈ ചെമ്പ്, വാർപ്പ് അതൊക്കെ തന്നെ വേണം. അല്ലാതെ ഈ അലുമിനിയം പാത്രം ഒന്നും പറ്റില്ല. വേണ്ട തിരുമേനി, നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ. അതിനുള്ള ആൾക്കാരുണ്ട്, മനസ്സുണ്ട്, സൗകര്യങ്ങളുണ്ട്. പിന്നെന്താ? സമ്മതിച്ചു. പക്ഷേ ഈ ദേഹണ്ഡം പോലെ തന്നെയാണ് വിളമ്പും. അതിലും സ്വാദ് തോന്നണം. കൂട്ടിന് എത്ര ആളെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഒരുക്കി തരും. കാര്യം കേമായ മതി. ആ കാര്യം കേമാവുക. രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക. രേവതിയല്ലേ നക്ഷത്രം? അതെ. ആ ആഗ്രഹിക്കുന്നൊക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദമുണ്ട് ഈ ജാതകക്കാർക്ക്. അതെ, ഈ പ്രഥമനിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേനി എനിക്ക് പറഞ്ഞു തരണം. ഓ പാചകത്തിലും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പാചകക്കാരനായി തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? പവിത്രം. പവിത്രം. പിന്നെ ചില ആഴ്ചപ്പതിപ്പിലൊക്കെ ചില പാചകക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. കൊള്ളാം, കേമാണ്. ഇതാണ് മകൻ. ബാലസംഗർ അച്ഛന്റെ കൂടാ? ഏയ് ബിടെക് കഴിഞ്ഞു, MBA പാസ്സായി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വിളി കാത്തിരിക്കുക. പക്ഷെ ഇപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ, ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനുള്ള ഒരു അധ്വാനത്തിലാണ്. എന്തിനാ വേറെ ജോലി? അച്ഛന്റെ കൈപ്പുണ്യെങ്കിൽ വാങ്ങിച്ചാ പോലെ. അതൊന്നും പറ്റില്ല. ന്യൂ ജനറേഷനാ. കഥകളി, കൂടിയാട്ടം, ശാസ്ത്രീയ സംഗീതം, പാചകം ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് മാത്രമല്ല, ലേശ പുച്ഛമുണ്ടോന്നൊരു സംശയം. ഹേയ്, അങ്ങനൊന്നുമില്ല. ബാലസംഗർ അച്ഛന്റെ കൂടെ ദോഹ വരണം. അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാലോ. വരാം സർ, ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഹേയ്, കുഴപ്പമില്ല കുഴപ്പമില്ല. നിന്നോളൂ, ഞാൻ എടുത്തു തരാം. അങ്ങ് കൊടുക്ക. ബോളറാണോ ബാറ്റ്സ്മാൻ ആണോ? രണ്ടും ഉണ്ട്. ബാറ്റിംഗ് ആണ് കൂടുതൽ. സർ, തോളത്തൊന്ന് കൈ ഇടാമോ? പിന്നെന്താ, വാ. മനസ്സ് കഴിക്കുന്നിടത്തല്ലോ. അല്ല, നാളെയെങ്കിലും അവരെ വിവരം അറിയിക്കട്ടെ. മോള് വിളിച്ചിരുന്നു. ഇത്രയും വലിയ വലിയ ആളുകൾ വന്ന് വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് തെറ്റാന്നാ അവള് പറയുന്നത്. ഞാൻ പറയുന്നത് മറ്റൊന്നല്ലല്ലോ. പക്ഷേ മനസ്സിൽ ഓരോരോ ആശങ്കകൾ. അത് ആവശ്യമില്ലാത്തതാണെന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാം. പോണോ വേണ്ടയോ എന്നെ അലട്ടുന്നത് അതല്ല. ആ വിവാഹത്തിന്റെ മുഹൂർത്തം കേട്ടപ്പോ ഒരു നിമിത്ത ശങ്ക. കടൽ കടന്നാ പിന്നെ ജാതകവും പൊരുത്തവും ഒന്നും നോക്കണ്ട അത് പറയും. എന്നാലും ഗ്രഹങ്ങൾ ലോകത്തെവിടെയും ഉള്ളതല്ലേ. ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ കന്നി 28. അന്നൊരു മാരണം കൂടിയുണ്ട്. രാഹുവും കേതുവും മുഖത്തോട് മുഖം വരികയാണ്. ശനിയുടെ ദൃഷ്ടിയുണ്ട്. വിധിപ്രകാരം വിവാഹത്തിന് മുടക്കം വരും. മുടങ്ങുന്നതും നടക്കുന്നതും നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ. അതിന്റെ വരും വരായികൾ അവര് നോക്കിക്കോളും. അവിടെ പോയാ നമ്മുടെ കൊച്ചിനൊരു രക്ഷ കിട്ടുമെങ്കിൽ പഠിത്തം കഴിഞ്ഞ് അലയുന്നത് കാണാൻ വയ്യ. ഇതിന്റെ ഇടയിൽ അവന്റെ ജാതകം ഞാനൊന്ന് മറിച്ച് നോക്കി. വ്യാഴം തുടങ്ങിയല്ലോ. ഒരു ജോലി, ഒരൊറ്റ ജോലി, അല്ലാതെ പല പല ജോലികൾ മാറിക്കയറുന്ന പരിപാടിയില്ല. ആ ജോലിയിൽ അവൻ രാജപദവിയിൽ എത്തുന്ന വിദേശവാസമാ പറയുന്നതും. അമ്മേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മെനക്കേടാണ്. പാസ്പോർട്ട്, അതിനുള്ള പോക്കുവരവ്. ആ സമയമുണ്ട്. ചിങ്ങം കഴിയുമ്പോൾ ഇവിടെ കല്യാണങ്ങളുടെ തിരക്ക് തീരുമല്ലോ. ആ നീ എന്തെത്ര വൈകിയേ? ആ, വൈദ്യശാല പോയിരുന്നു. ഇത് അച്ഛന്റെ കുഴമ്പ്. 2 എണ്ണം മിക്സ് ചെയ്ത് ഒരു ഭരണിയിലാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇത് അമ്മയുടെ കഷായം, അറിയാലോ.
60 മില്ലി ഇളം ചൂട് വെള്ളത്തിൽ 20 മില്ലി കഷായം ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ മതിടാ, എന്നും കഴിക്കുന്ന എന്നെയാ ഇവനിപ്പോ പഠിപ്പിക്കാൻ വരുന്നത്. ദുബായിന്ന് മേനോ സാറ് വിളിച്ചിരുന്നു. രാത്രി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കണമെന്നും പറഞ്ഞു. അതിന് പോകാൻ തീരുമാനിച്ചല്ലോ. കൊടുക്കായി അമ്മേ. ഈ തീരുമാനത്തിന് പിന്നിലെ സ്ത്രീ ശക്തി അമ്മയാണ്. എന്നാല് ഈ സ്ത്രീ ശക്തിയോട് നീ പറഞ്ഞേക്ക് എന്റെ കൂടെ നിന്റെ അമ്മ ഉണ്ടാവണം, അല്ലാതെ ഒരിടത്തേക്ക് ഞാനില്ല. അമ്മ വരുന്നില്ലേ? ബെസ്റ്റ്. പിന്നെ എന്ത് ഗൾഫ്? ഇത് നമ്മളെല്ലാരും കൂടെ ഉള്ള ഒരു സ്റ്റൈലും ട്രിപ്പ് അല്ലേ? അന്യദേശമാണ്, മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണ്, കക്കൂസി പോയ കടലാസ് ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ ഓരോന്ന് പൊറുപൊറുക്കാൻ തുടങ്ങും. എന്റെ അമ്മ ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അവിടെയും കിട്ടും. രാവിലെ തൊഴാൻ പോണെങ്കിൽ അമ്പലം വരെ ഉണ്ട്. അതെ, ഏത് നാട്ടിലായാലും നമ്മുടെ ഉള്ളു ശുദ്ധമായി സൂക്ഷിച്ചാൽ മതി. ശുദ്ധി എന്ന് പറയുന്ന അഗ്നിയാ. വേണ്ടാത്തതെല്ലാം അവിടെ സ്വയം ദഹിച്ചോളും. അതെ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ദോഹയിൽ പണിയെടുക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ പറയും അബ്ദുവിന്റെ കാര്യം. ഒരു കണ്ടുപിടിക്കാത്താണോ മെനക്കെടാത്താണോ എന്ന് നമ്മക്കറിയില്ല. ഇപ്പൊ എത്ര കൊല്ലായി ഉമ്മ? 9 വർഷമായി മോനെ. ഇവന്റെ തള്ള ഇവനെ പ്രസവിച്ച് 1 മാസമായപ്പോ പോയതാ ഓൻ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു എഴുത്ത് വരും. ഇത്രയും കാലമായിട്ട് അവന്റെ കെട്ടിയോളുടെ മൊബൈലിലേക്ക് 5ഓ 6ഓ പ്രാവശ്യം വിളിച്ചിരിക്കണേ. ആരെങ്കിലും ഏർപ്പാടാക്കി തിരുമേനി ഓനെ കണ്ടുപിടിച്ചേരണം. തിരുമേനി പറഞ്ഞ ഓൻ വരും, എനിക്ക് വിശ്വാസ. ഉമ്മാനെ മറന്നോട്ടെ, ഓന്റെ കെട്ടിയോളില്ലേ, ഒരു കുട്ടിയില്ലേ. എനിക്കിപ്പോ വന്ന് ഓളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. ഈ കവറിൽ ഓന്റെ ഫോട്ടോ ഉണ്ട്. ഞാനും ഓളും മാറി മാറി കുറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇവനും ഏതാണ്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മ വിഷമിക്കാതിരിക്കും. നമുക്കവിടെ ആളുകളുണ്ട്. ഇക്കയെ തപ്പിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടച്ചോനെ, കുറച്ച് സമാധാനം കിട്ടിയ പോലെ. ഇതാ പെട്ടിയിൽ സൂക്ഷിച്ചു നോക്ക്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്നു വന്നതല്ലേ, ഇത്തിരി സംഭാരമെങ്കിലും കഴിച്ചിട്ട് പോവാം. വാ മോനെ. എന്താ അമ്മയുടെ കയ്യിലൊരു സഞ്ചി? തിന്നാൻ കൊള്ളാവുന്ന വല്ലതും ആണോ? ഇത് കുറച്ച് കടുമാങ്ങയാ. ആളകത്തുണ്ട്. ബാലു, ഏട്ടൻ ഒരു വട്ടം പറയും, അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണേ. എന്താ കാര്യം? അത് ഏട്ടൻ പറയും. ഗോന്നരെ, താനും ബാലും ഒരാഴ്ച മുമ്പ് പോണം. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കണം. പോരായ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. ലിസ്റ്റ് അനുസരിച്ചുള്ള പച്ചക്കറിയും പലവഞ്ഞനും ഒക്കെ സംഘടിപ്പിച്ച് വെക്കണം. ഞങ്ങള് 3 ദിവസം മുമ്പങ്ങ് എത്താം. വിളമ്പുകാർ തലേന്ന് വന്നാലും മതി. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. പിന്നെന്തായി ഗോവിന്ദ, പാൻറ്റൊക്കെ തയ്ച്ചോ? പാൻറ്റോ? പിന്നെ തന്റെ മുണ്ടും കോടൊന്നും പറ്റില്ല. വിമാനത്തിൽ കയറണമെങ്കിൽ നല്ല പാൻറ്റും കോട്ടും ഒക്കെ വേണം. അയ്യോ, അതൊന്നും ബാലു പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലായിരുന്നു? ഇല്ല. അപ്പൊ കുഴയല്ലോടാ ബാലുവേ. പാന്റ് ഇപ്പം എന്റെ പഴയത് 1-2 തപ്പിയെടുക്കാം. പക്ഷേ കോട്ടിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യുന്നു? കോട്ടൊരെണ്ണം വേണേ ആരോടെങ്കിലും കടം വാങ്ങാം, ഇല്ലേ തപ്പിക്കാം, സമാധാനമുണ്ട്. ഇപ്പൊ അതല്ല. കല്യാണം കഴിഞ്ഞ അമ്മിനിയെ ഞാൻ എങ്ങും കൊണ്ടുപോയിട്ടില്ല. അവളും കൂടെ പോന്നോട്ടെ എന്ന് ഒരാഴ്ച അയച്ചു നിന്നാൻ തുടങ്ങി. അതൊരു മണിയടിക്കാനായി കടുമാകാൻ ഭരണി. ഇനി എങ്ങനെ ശരിയാവാനാ ഗോവിന്ദേട്ടാ? 15 പേരുടെ ലിസ്റ്റും പോയി, അവരുടെയൊക്കെ വിസയും ടിക്കറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുക. 15 പേരോ? അതെന്തിനാ? 5 ദേഹെണ്ണം, 10 പേര് വിളമ്പ്. ആ വിളമ്പിന്റെ 10 പേരുടെ കൂട്ടത്തില് അമ്മണിയെ കൂടി ദേഹണ്ണത്തിന് ഒരു സഹായം ആവുമല്ലോ. ഇല്ലെങ്കിൽ കിടന്നു പൊറുക്കാനൊക്കൂല. ഇനി ഒരാളെ വെട്ടി ഒരാളെ കേറ്റി അതൊന്നും നടക്കില്ല. ഇങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ട എന്റെ ഗോവിന്ദേട്ടാ. ഇന്ന് അവൾ എന്നെ കൊല്ലും. അതിനിത് ടൂറൊന്നും അല്ലല്ലോ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. താ സമാധാനായിട്ടിരിക്കും. കോളടിച്ചല്ലോടാ ബാലു. ബിടെക് അല്ലെങ്കിൽ ഞാനൊരു ഡിഗ്രിക്കാരനാ. എന്ത് പണിയാണെങ്കിലും വേണ്ടൂല, ഈ നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായാ മതി. ഇതാരാടാ ഇത്? ഇതാണ് മേനോ സാർ, ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റൽ. അപ്പൊ ലാലേട്ടനോ? ലാലേട്ടൻ
ഈ കൈ അങ്ങേർക്ക് തോന്നിയിട്ട് തോളിലിട്ടാണോ അതോ നീ പിടിച്ചു വെച്ചതാണോ? പോടെ പോടെ, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഉം. ഇനി അവന് വേണമെങ്കിൽ സിനിമയിലും അഭിനയിക്കാം. ചെങ്കീരല്ലേ ഒതുക്കി വെച്ചിരിക്കുന്നത്. സമയോടെ. അയ്യോ, പക്രു ഔട്ടായി. ചെല്ല് ചെല്ല്. നമ്പടി. ആ നമ്മളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. ആള് വന്നാലും വന്നില്ലെങ്കിലും എനിക്കിപ്പോ മൂത്രമൊഴിക്കണം. അത് വരുന്ന വഴിക്ക് അവിടെങ്ങാനും ആയിക്കൂടായിരുന്നു. അവിടെ ഒന്നും കണ്ടില്ലാതെ. ഞാൻ ഈ കാറിനിടയിൽ ഒന്ന് ഒഴിച്ചോട്ടെ. ചതിക്കല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. അയ്യോ, ബാലശങ്കർ, അതെ. ഇത് ഗോവിന്ദൻ നായരല്ലേ? എങ്ങനെ മനസ്സിലായി? വേഷം കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ജോസ്മൻ. വണ്ടി ഇതാ കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാം. വന്നാട്ടെ. മുമ്പിൽ കയറാം. ഇവിടെ സ്റ്റിയറിംഗ്. എന്ത് വണ്ടിയാ? ആ വണ്ടി വിട്, വണ്ടി വിട്. ഓ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉവ്വോ, എന്തുവാ? കൊച്ചുളപ്പാകത്തെ ഉറക്കവും പോയി. സമയം എന്തായി? ഇവിടെ 7 മണിയായി. നാട്ടിലൊക്കെ 2.5 മണിക്കൂർ പൊറോട്ടാണ്. 2.5 മണിക്കൂർ പൊറോട്ടോ? ഇതെന്ത് നാട്? ഞാൻ തിരുവേനടുത്ത് അപ്പോഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ലെന്ന്. ഇപ്പത്തെ സമയം പൊറോട്ട ഓടൂ. കലികാലം. ഭേഷ്, ഭേഷ്. അതെ ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തുവോ? എന്തിനാ? എനിക്ക് മൂത്രം ഒഴിക്കണം. അയ്യോ തിരുമേനി, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ അകത്തായി പോവും. ഞാൻ മൂത്രം ഒഴിച്ചാ താനെങ്ങനെ ആത്താവുക? ഇവിടെ അങ്ങനെ നടന്നു. അതെ, ഇവിടെ ഒഴിച്ചോട്ടെ. ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എത്തുവോ? പിടയ്ക്കാതെ സ്വാമി, ദാ നമ്മളിപ്പോ എത്തിക്കഴിഞ്ഞു. ഓ, നമസ്കാരം കൊച്ചു തിരുമേനി. നമസ്കാരം. ജോസ്മോൻ, ലഗേജ് ഇറക്കണ്ട. ഓക്കെ സാർ. താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ. അടുത്താണ്. ഇദ്ദേഹത്തിന്റെ പേര് മറന്നു. ഗോവിന്ദൻ നായര്. ഗോവിന്ദാന്ന് വിളിക്കും. എന്താ, സുഖല്ലേ? അല്ല, അത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന്റെ. ഇനി ഒരു ചായ കുടിക്കാം, വരൂ. Come. അയ്യോ, എന്തോ കാണിക്കുന്നേ? അയ്യോ, എന്താ പിന്നെ ഞാൻ വെളിയിറങ്ങി ഒഴിക്കട്ടെ? വെളിയിറങ്ങി ഒഴിച്ച പിടിച്ച അകത്തില്ല. നാടല്ല, ഇങ്ങോട്ട് വന്നേ. വീട്ടിനകത്ത് മൂത്രപ്പുരണ്ടോ ചോദിക്കും. ഒരു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ എങ്ങനെ? അതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഗൾഫ് രാജ്യത്തിൽ വന്ന് തലക്കുറ നോക്കി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയല്ലോ. അയ്യോ, ഇരുന്നോട്ട്. ആ, ഇരിക്കും. ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. നാട്ടിലേക്കാൾ 2.5 മണിക്കൂർ പുറകോട്ട ഇവിടെ. നാളെ കാലത്ത് വന്ന് പാചകപ്പുരയ്ക്കുള്ള സ്ഥലം തീരുമാനിക്കണം. പിന്നെ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ആദ്യമായിട്ടല്ലേ ദോഹയില്? അതെ. കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം. കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ. എന്താവശ്യം ഉണ്ടെങ്കിലും ജോസ്മോനോട് പറഞ്ഞാൽ മതി. അതെ, ഈ വേണ്ട. കഴിക്കൂ. വിവാഹ മംഗളാശംസകൾ. അയ്യോ, ഞാനല്ല ആള്. അയ്യോ, അല്ലേ? ഇതല്ല വധു. ജാനും അമ്മയും കൂടി പുറത്തു പോയതാ, ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. ഇപ്പൊ എത്താറായി. ഇത് ജാനുവിന്റെ ഫ്രണ്ടാ. ഇതിന്റെ അവസരം അവനോട് ചോദിക്കും. പെണ്ണെന്നകത്തേക്ക് പൊക്കോട്ടെ. ആ, ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി. ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. ഇരിക്കും. ജാനു, ഇവളുടെയാണ് വിവാഹം. നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ.
എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം. ഓലൻ, കിച്ചടി, അങ്ങനെ ചിലതിന്റെ. ഏയ് ബാലൊരു മേൽനോട്ടത്തിന് വന്നതാ. ബിടെക് കഴിഞ്ഞു, ഇനിയൊരു ജോലി വേണം. നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തിരുമേനി വരട്ടെ, എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്സ് വരെ വാങ്ങിത്തരാം. നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിക്കും. ശരിക്കും കൂടുതൽ അറിയുമ്പോഴാ ഈ പ്രിപ്പറേഷൻ ഇസ് എ റിയൽ ആർട്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞു. അതെ, കഴിച്ചു. ഫ്ലൈറ്റിലെ വെജിറ്റേറിയനൊക്കെ കണക്ക് തന്നെ. ഞാൻ വല്ലപ്പോഴും അല്ലാത്തതൊക്കെ കഴിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ അല്ലാതെ പറ്റില്ലല്ലോ. ഇല്ലത്ത് പാടില്ലെന്നേ ഉള്ളൂ. എല്ലാം ജോസ്മാൻ നോക്കിക്കോളൂ. ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട്. ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓക്കെ, ടേക്ക് കെയർ. ജോസ്മാനെ. എന്റെ അമ്മോ, എന്തൊരു സുഖം. ഇന്നലെ രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം. ഇപ്പൊ മണി എത്രയായി? ഫ്ലൈറ്റിൽ വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ, ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു. ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ച് എങ്ങനെയാ? നമുക്ക് പറമ്പല്ലേ ശീലം. ഇവിടല്ലേ പറമ്പ്. പൊണൂലേ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോള്. ആരാന്നറിയോ? ആര്? നിന്റെ പഴയ ഇത് ഗോവിന്ദേട്ടൻ. ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായിയാ. ഗോവിന്ദൻ ചേട്ടൻ, നമ്മുടെ ഗോവിന്ദൻ നായര്. കൊടുങ്ങല്ലൂർ വെച്ച് വെള്ളം അടിച്ച് സാമ്പാറിനകത്ത് വീണ പുള്ളിയല്ലേ? അത് തന്നെ. ഓഹോ, ആ കഥ ഇവിടെ എത്തിയോ? ഞങ്ങൾ തമ്മിൽ എഴുത്തൂത്തുണ്ട്, പ്രണയലേഖനം. അതിനകത്ത് എല്ലാം പറയും, എല്ലാവരുടെ കാര്യവും പറയും. ഓർമ്മക്കുറവാണോ എന്ന് അറിയില്ല. സത്യം പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല. അയ്യോ, കോളേജിൽ എന്റെ കൂടെ പഠിച്ചതാ. ജോബ് ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഞാൻ അച്ചായെന്ന് വിളിക്കും. അച്ഛാ, സിൽക്ക് ഷർട്ട് സ്റ്റൈലായിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് റൂമിൽ പോയി മാറി വരണോ അതോ നേരെ വരണോന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഇവിടുത്തെ എന്റെ വേഷം കെട്ടൊക്കെ പൂണൂലുടന്ന് കണ്ടോട്ടെ എന്ന്. പൂണൂലുണ്ടോ അതോ പൊട്ടിച്ചളഞ്ഞോ? അതുവരെ ഒന്നും എത്തിയിട്ടില്ല. അതെ ജോബ് സാറേ, ഇവിടെ മറ്റത് കിട്ടുമോ? പിന്നെ അച്ഛൻ നീ ചുമ്മാരിക്കേ. ചേട്ടൻ ഡ്രസ് പഠിക്കണ്ട, ഈ വന്ന കാര്യമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കാം. എന്നതാ ബ്രാൻഡ്? ബ്രാൻഡി, റം, വിസ്കി, പട്ടച്ചാരെ. എന്റെ അച്ഛൻ ഒന്ന് ചുമ്മാരി. കന്നിനെ കയം കാണിക്കല്ലേ. അച്ഛൻ പ്രത്യേകം പറഞ്ഞാ വിട്ടേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം. പാവാളിയാ. വേറൊരു കാര്യം, നീ വാ ഇരിക്കെ. ചാവക്കാട്ടുള്ളൊരു അബ്ദുൾ റഹ്മാൻ ഖത്തറിൽ വന്നിട്ട് ഇപ്പൊ 89 വർഷമായി. ആളുടെ ഒരു വിവരവുമില്ല. ശരിയാ, തിരുമേനി പ്രത്യേകം പറഞ്ഞതാ. ഖത്തറിലല്ലാതെ വേറെന്തെങ്കിലും വേറെ ബോട്ട്സ്? അതൊന്നുമില്ല. ഇതാ ആള്, അത്ര അറിയോ? അബ്ദുൾ റഹ്മാൻ. ഇതുപോലെ കുറെ അബ്ദുള്ളമാരുണ്ട് ഇവിടെ. പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര്, നാട്ടിൽ പോകാൻ പൈസ ഇല്ലാത്തവര്, ജയിലിൽ പോയവര്. നോക്കാം. നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും മെയിൽ ചെയ്ത് നോക്കാം, ചിലപ്പോ കിട്ടും. ആ ഉമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ, അതുകൊണ്ടാ. ഒരു മാറ്റവും ഇല്ല. നീ ഇപ്പോഴാ പഴയ പൂണൂല് തന്നെ. സിമ്പതി, ഹെൽപ്പ്. ദേ ഇവിടെ നിന്ന് പിഴക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് വരണം. അത് പോട്ടെ, നിന്റെ പരിപാടി പറ. അച്ഛനേക്കാളും മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ? രണ്ടുമുണ്ട്. കാര്യങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളൂ, ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാലൊന്ന് കറങ്ങാം. ആവശ്യം വന്നാൽ എന്തിനും ഒരു ഫോൺ വഴി ഉണ്ടല്ലോ. മാത്യു, ശശി, തെണ്ടി തോമ, ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട്. അറിയാമേ. ഇതുപോലെ ഹോട്ടൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ? എന്നാ പറയുന്നു? ശുദ്ധ വെജിറ്റേറിയൻ. കൂടെ നിന്റെ അച്ഛന്റെ പേരുണ്ടല്ലോ, സ്റ്റൈലായിട്ട് വിൽക്കും. ആദ്യം ഇവിടെ ഒന്ന് നിന്ന് നോക്കട്ടെ. വേര് പിടിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം. മൺഡേ, Bad day. വെനസ്ഡേ, It's fine. and Friday. It's our day. I'll speak to your mom. I'll convince her, believe me. Promise? I promise. If I'm pregnant? Then we'll give birth to a junior Alina. A little angel. You Hi, little baby. Next Friday. Mama's calling. Hey, I better go. don't go.
Hey, not now. Please. Good night. Good night, good night. സോറി. That's okay. ഇതാണ് മോന്റെ ഫ്രൈഡേ മോൺ. അവളോട് ഏത് സിനിമയിലെ ഡയലോഗാ മോൻ കാച്ചിയത്? അവൾ കടൽ പോലെ ചിരിച്ചോണ്ട് പോന്നതുണ്ട്. ഷീസ് പ്രഗ്നന്റ് മാൻ. ആരാ ഉത്തരവാദി? ഞാൻ ആയിരിക്കാം. അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയിൽ. ഇവളെ പിടിച്ച് അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്താലോ? എന്നാ പിന്നെ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. അത് കൊള്ളാം, അതാ നല്ലത്. ആ കല്ലെടുത്തിട്ട് വാ. അതെ, ഇവിടെ ഈ കിഴക്ക് എവിടെയാ? ഇവിടെ. അവിടെ. അപ്പൊ ഇവിടെ നോക്കി. ഇവിടെ ഇവിടെ ഇവിടെ. എന്തിനാ ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ചോദിക്കുന്നത്? ദിക്കുകൾ ചേരുന്ന ചില മൂലകളുണ്ട്. അവിടെയൊന്നും അടുപ്പ് കൂട്ടാൻ പാടില്ലെന്ന് അച്ഛൻ പറയും. അതെന്താ? അതൊരു വിശ്വാസം മാത്രമല്ല, ഒരു ശാസ്ത്രം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങൾ ഉണ്ടല്ലേ? പിന്നെ നാട്ടിലാണെങ്കിൽ കദളിവാഴയുടെ ഇലയിലെ അച്ഛൻ ചോറ് വിളമ്പും. ചോറിന്റെ ചൂട് കാരണം ഇല വാടണം. അപ്പൊ ചോറിനൊരു പ്രത്യേക രുചിയാ. സോ നൈസ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് റിച്വൽസ് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ പൂജയോ അങ്ങനെ എന്തെങ്കിലും? അച്ഛൻ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പിന്നെ വ്രതം, ഈ നോയമ്പെന്നൊക്കെ പറയില്ലേ, അച്ഛനോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് നിർബന്ധമാണ്. അതെ അതെ, ഭയങ്കര നിർബന്ധമാ. ഒരു സെക്കൻഡ്. പിന്നെ ഇതുപോലത്തെ 12 അടുപ്പ് വേണം. ഈ വാർപ്പിന് മാത്രം മതി വലിയ കല്ല്, ബാക്കിയുള്ളതിന് ചെറിയ കല്ലായാലും സാരമില്ല. പൈപ്പിന്റെ കാര്യം ദാ ആ മൂലയ്ക്ക് വേണം. വേറെന്തോ പറയാനാണ്. എന്തോ ഇതൊക്കെ പറയേണ്ടത് ഇവിടെയല്ല. അല്ല, ഈ കുട്ടിക്കാണല്ലോ കല്യാണം. അപ്പൊ എല്ലാരെ കാട്ടിലും ഭംഗിയായിട്ട് നടക്കാൻ ഈ കുട്ടിക്കായിരിക്കുമല്ലോ ആഗ്രഹം. അത് പോട്ടെ, ഇത് ആരോട് പറയണം പിന്നെ? ഓ അത് ശരി, അറിഞ്ഞു കിട്ടിയാ മതി. എന്റെ തിരുമേനി പച്ചക്കറി നിരത്തി വെച്ചിരിക്കുന്ന കാണണം. പച്ചക്ക് എടുത്ത് തിന്നാൻ തോന്നുന്നു. എന്താ? ഓ, ലിസ്റ്റ് കൊടുത്താ മതി. അവര് നല്ല ക്വാളിറ്റി സാധനം എടുത്ത് വച്ചേക്കാന്ന് പറഞ്ഞു. ബാക്കി സെറ്റപ്പ് ഒക്കെ റെഡിയാ. അതെ, നിങ്ങൾ എന്നാ വരുന്നേ? അല്ല, എനിക്ക് ഇച്ചിരി രാസാദി പൊടി കിട്ടിയാ കൊള്ളാമായിരുന്നു. അമ്മിണിയോട് പറഞ്ഞാ മതി. എന്താ അടുത്തുണ്ടോ? അതാ കൊടുത്ത. അമ്മിണി നിന്നെ വിളിക്കണോ? എന്നെയോ? ആരാ? നിന്റെ നായര് അല്ലടാരാ. സംസാരിക്കും. ഹലോ. മട്ടും മാതിരിയും കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നും. എന്റെ അമ്മിണി രാത്രി കിടന്നാ ഉറക്കം വരണില്ല. എന്താ ഉറക്കം വരാത്തത്? ഞാൻ ഈ പച്ചക്ക് പറയണോ? ആ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ കാര്യമാ. അതുകൊണ്ട് വയറ്റിനൊരു കമ്പനം. ആ ആട്ടെ, നീ എന്താ കഴിച്ചേ? ഹലോ ഹലോ, അമ്മിണി കട്ടായോ? ഹലോ. അത് കട്ടായതല്ല, കാശ് കയറുന്ന. ഇതേ അത്യാവശ്യം കാര്യം പറയാനുള്ളതാ. ചപ്പാത്തി പരത്തുമല്ല, പരത്താനുള്ളതല്ല. വലിയൊരു ഫോൺകാരൻ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്ന് പലരും പറയുന്നത് പോലെ ഞാൻ പറയില്ല. കഷ്ടപ്പാടല്ല, അനുഭവങ്ങളാണ്. അതിൽ നിന്നും പഠിച്ച് വെട്ടിയും തിരുത്തിയും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നാട് മറന്നിട്ടില്ല. നമ്മുടെ ഗുരു കാരണവന്മാരെയും മറന്നിട്ടില്ല. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് മോളുടെ വിവാഹം. സത്യത്തിൽ അത് ഇങ്ങനെയൊന്നുമല്ല ആലോചിച്ചത്. ദോഹയിൽ ഒരു മിനി കേരളം, കഥകളിയും പഞ്ചവാദ്യവും, ഒത്താലൊരു ആനയും. പിന്നെ അതൊക്കെ ഒരു ഷോ ഓഫ് ആവുമെന്ന് വിചാരിച്ച അതൊന്ന് കുറച്ച് ഒരു തിരുവാതിരയും തിരുമേനിയുടെ സദ്യയിലും അങ്ങ് ഒതുക്കി. ഞാനങ്ങോട്ട് വിളിക്കാം. സംസാരിച്ചോളൂ. സാരമില്ല, ഒരു ഫ്രണ്ടാ. ധാരാളം ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? കുറച്ചു പേരുണ്ട്. ആരോടും അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. ആട്ടെ, എന്താ ബാലുവിന്റെ ടേസ്റ്റ്? ജോലിക്കായിട്ട് ഏത് തരം ജോലിയാ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഫ്രീഡം വേണം. അധികം ടെൻഷനൊന്നും പാടില്ല. പിന്നെ അച്ഛന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. പ്രായമായില്ലേ, അതിനുള്ള എന്തെങ്കിലും മെച്ചം കിട്ടണം. പിന്നെ അല്ലറ ചില്ലറ ചെലവുകളും ഉണ്ടാവും ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ആ, വേറെ ഉണ്ട്. നാട്ടില് ഉത്സവം, പിരിവ്, അങ്ങനെ അങ്ങനെ. മനസ്സിലായി. ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെയല്ല. സിൻസിയറിറ്റി അത് 100% എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അത് വേണം. ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. ഓഫീസിൽ ഇരിക്കുന്നവർ മനസ്സുകൊണ്ട് അടുപ്പം തോന്നുന്നവരായിരിക്കണം. കുറച്ചു കാലമായി മകളുണ്ടായിരുന്നു സഹായിക്കാൻ. വിവാഹം കഴിഞ്ഞ പിന്നെ അവരുടെ തീരുമാനം. ബാലുവിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ നോക്കാം. പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഓക്കെ. എക്സ്ക്യൂസ് മീ. ഓക്കെ സർ. യെസ്. ആ, പ്ലീസ് സെൻഡ് മീൻ. ജാനുവിന്റെ മണവാളനാണ് മനു.
ഹായ് അങ്കിൾ. ഹായ് മനു, സിറ്റ് ഡൗൺ. ഇത് ബാലു, നമ്മുടെ മാരേജ് പ്രമാണിച്ച് നാട്ടിൽ നിന്ന് വന്നതാ. ഹലോ സർ. ഞാൻ ജാനുമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വന്ന. ഇഷ് ഹിയർ? ആ മോളെ, മനു വന്നിട്ടുണ്ട്. കം ഫാസ്റ്റ്. ഷീസ് കമ്മിങ്. വാരി വലിച്ചൊന്നും വാങ്ങരുത് കേട്ടോ. സിമ്പിൾ ഡിസൈൻസ്. അതൊക്കെ ജാനുവിന്റെ ഇഷ്ടം. ഇസ് ഹി റിലേറ്റഡ് ടു യു അങ്കിൾ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സദ്യ ഒരുക്കുന്നത് വള്ളിയോട്ട് തിരുമേനി, അദ്ദേഹത്തിന്റെ മകനാ. ഓ, കേറ്ററിംഗ്. ഞാനൊന്ന് അങ്ങോട്ട്. ടാക്സി ഒന്നും വിളിക്കണ്ട. നിങ്ങൾ പോകുമ്പോൾ ബാലുവിനെ ഡ്രോപ്പ് ചെയ്തേക്ക്. ആ, ഓഫ് കോഴ്സ്. ഓക്കെ. ശരി സർ. ഓ, ഐ എം സോറി, റിയലി സോറി. ഇനിയിപ്പോ എന്റെ ലൈക്സും ഡിസ്ലൈക്സും മാത്രം നോക്കിയാ പോരല്ലോ. ഇതെവിടെന്നാ വാങ്ങിയത്? ഏത്? ദിസ് ഇയറിംഗ്. ഓ, ഇതോ? ഇതച്ഛൻ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഓ, ക്യൂട്ട്. ഇതെങ്ങനുണ്ട്? റിയലി ക്യൂട്ട്. ആ, ഇതില് രണ്ടില് സെക്കൻഡ് വൺ ഇത് കൊള്ളാം. ആ, ബാലു സാർ ഒരു മിനിറ്റ്. ആ, ഇതിലേതാ ജാനുവിന് ചേരുന്നേ? അയ്യോ, ഈ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ടേസ്റ്റും ഇല്ല. എന്നാലും വെറുതെ ഒരു തേർഡ് ഒപ്പീനിയൻ അറിയാൻ. ഇത് ഒറ്റക്കിടാനാണോ അതോ മറ്റു മാലകളുടെ കൂടെ ഇടാനാണോ? ഇതിടുമ്പോ ഇത് മാത്രം ഒരെണ്ണം തൊട്ട് കാണിക്കാവോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ആ, കൊടുമാശേക്കായി ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇതെടുത്തോ. എന്തായി? ഇസ് ഇറ്റ് ഓവർ? ഓവറോ? സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ടൈം. ഇനി വേറെ നോക്കാം. എനിക്ക് ഇവിടെ അടുത്ത് ഞാൻ നടന്നു പോകും. നോ നോ നോ, അങ്കിൾ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ അടി എനിക്കാ. കം, ഐ ഡ്രോപ്പ് യു. Hey babe, how are you? Long time, long time. Oh my Where are you? God. What's happening? You don't even call me now. Do you know how much I missed you? You should have come last night. Actually, I'd call you, but I couldn't get you through. Oh yeah, not today. So, see you tonight? Yeah? Bye. How did this happen, Rajit? Take it. സോറി, ചിലപ്പോ പഴയ ഫയലായിരിക്കും സൂസൻ അയച്ചത്. സൂസൻ അല്ല, നിങ്ങളല്ലേ ഇവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഇവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ സാലറി കൃത്യമായിട്ട് തരാൻ പറ്റുന്നത് ഇവരുടെ പേയ്മെന്റ് കിട്ടുന്നോണ്ടാ. ആ, ഒരു മിനിറ്റ്. ആ മദാമയുടെ ഇമെയിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം. എല്ലാം ഫിക്സ് ചെയ്തിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കണം. ഐ നീഡ് ടു ഗോ. ഓക്കെ സർ. എന്നാ ചൂടാ ചായ? എനിക്കങ്ങനെ ദേഷ്യമേ വരാത്തതാ. നീ വരാൻ താമസിച്ചില്ല, അതാ. എവിടെ ആയിരുന്നു? വരൻ, വധു, തോഴി, ഷോപ്പിംഗ്, ജ്വല്ലറി. കുടുങ്ങിപ്പോയി എന്റെ ചായ. മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കാം മേനോ നിനക്ക് കയറാൻ വെച്ചിരിക്കുന്ന ജോലി. എന്ത്? പെങ്കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന ഡ്രൈവർ ഉടനെ തന്നെ ലൈസൻസ് എടുത്തു തരുമായിരിക്കും. പക്ഷേ മേനോൻ ആള് ഡീസന്റ് ആണെന്ന് നമ്മുടെ സർക്കിളിലുള്ളവർ പറയുന്നത്. എല്ലാ അസോസിയേഷനും നല്ല കാശി വീശും. ആ, നീ വാ, എനിക്ക് അതിനായിട്ട് പെഗടിക്കണം. എങ്കിലേ തലയോ നേരാവത്തുള്ളൂ. വാ, ഓടി വാ. എനിക്ക് വേണ്ടേ? ഒരു ബിയറുടെ അടി. ഓ, എനിക്ക് മതി. പിന്നെ നമ്മുടെ ഭാസ്കർ മാഷ് ഒരു പാട്ടില്ലേ, എന്നതാ? നഗരം നഗരം മഹാസാഗരം. ആ, നീ അത് മൂട്. എത്ര കാലമായി പോണില്ല നിന്റെ ആ വാണാല് പാട്ടൊന്ന് കേട്ടിട്ട്. പാട്ടൊക്കെ പാടിയിട്ട് കുറെ കാലമായടാ. ഓ, പിന്നെ റെക്കോർഡിംഗ് അല്ലേ, നീ ഒന്ന് പാടവേ, സ്റ്റൈൽ കാണിക്കാതെ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം.
എടാ അതില് ഒരു വരിയുണ്ടല്ലോ. ഏത്? എന്നതത്? പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി. അതാണ് നഗരം. ഈ നഗരം പുറമേ മാത്രം പുഞ്ചിരി ചൊരിയുന്ന ഒരു വലിയ നഗരമാണ് അളിയ ഈ ദോഹ. കാലുറച്ച് പോയാ പിന്നെ പിരിയാൻ വിടാത്ത കാമുകി. ഇനിതേ 2 ദിവസം എന്റെ ഫോൺ ഓഫാ. തേഴ്സഡേയിൽ എന്നിട്ട് അപ്പച്ചൻ വരുന്നേ, അപ്പോഴത്തേക്ക് എന്റെ ഫോൺ ഓൺ ആയ പോലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വിളിച്ചോളൂ. ഒരുപാട് ദൂരെ പോയിരുന്നാ മതി. നമ്മുടെ ഒരു കോളേജിന്റെ അലുമിനിക്കുള്ള ആളുണ്ട് ഇവിടെ. ഞാൻ എണ്ണി 19 പേര് ദോഹയിൽ തന്നെ ഉണ്ട്. അതിലധികം ഫാമിലി ഉള്ളവരാ പോരെ. പക്ഷെ ആർക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. നമുക്ക് ഈ ചെറിയ അലുമിനിയം പാത്രം മതി. എല്ലാ അവന്മാരും ഉണ്ട് അവിടെ. നല്ല സ്കോച്ച് തലയൊഴിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനം. അളിയാ ചതിക്കല്ലേ, എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തരുതേ. ഇക്ക ഗൾഫിലേക്ക് വരുന്ന എല്ലാ മലയാളികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. പക്ഷേ ആക്സിഡന്റ് എല്ലാം തകർത്ത് കളഞ്ഞു. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. കുഞ്ഞ് എൻ്റെ ഈ അവസ്ഥ ഉമ്മയെ അറിയിക്കരുത്. പാവത്തിനിതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്താണെന്ന് ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ കൊച്ചു പ്രായത്തിൽ വാപ്പ ഉമ്മയെ ഉപേക്ഷിച്ചു പോയി. നാട്ടിലെ ഗൾഫുകാരുടെ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും അടുക്കളപ്പണി ചെയ്തുമൊക്കെയാണ് അവരെന്നെ വളർത്തിയത്. ആ പാവത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്നെ ഒരു ഗൾഫുകാരനായി കാണണമെന്ന്. അറബി പൊന്നുമായി കടൽ കടന്നെത്തുന്ന മോൻ്റെ വരവും കാത്തിരിക്കുന്ന ഉമ്മ എന്നെ ഈ നിലയിൽ കണ്ടാൽ വിഷമിക്കരുത്. എല്ലാം നേരിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായ ഒരിക്കലും തോറ്റു പിന്മാറേണ്ടി വരില്ല. ധൈര്യമായിരുന്നോളി. അയ്യോ ബെൽറ്റ് ഇറങ്ങല്ലേ, ഇത് ഊരണം. ഇതിനിടയ്ക്ക് താൻ ഇതൊക്കെ പഠിച്ചോ? വിമാനത്തിലും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ബെൽറ്റ് എന്തായി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ. എന്നെ ഒന്ന് കണ്ണു പിടിച്ച് നോക്കാൻ പോലും ഞാൻ അവസരം തരില്ല. വരൂ. അയ്യോ എത്തിയില്ലോ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നതാ. ട്രാഫിക് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഫ്ലൈറ്റിൽ കയറിയപ്പോ പേടിച്ചോമേ. ഞാനെന്തിനാ പേടിക്കണേ? നിന്റെ അച്ഛൻ കൂടല്ലപ്പോ. ഏയ് പേടിയൊന്നുമില്ല. വിമാനത്തിൽ കേറിയപ്പോ എന്റെ കൈക്ക് പിടിച്ചതാ. ഇവിടെ വന്ന് ഇറങ്ങി കാറ് കേറിയപ്പോഴാ പിടിവിട്ടത്. വിമാനം ഒന്ന് അനങ്ങിയാ പിടിച്ചു ഞെക്കണ്ടോ നീര് കണ്ടോ. അച്ഛൻ പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓടാ. കാറിൽ യാത്ര ചെയ്യുമ്പോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് മുഖം കഴുകുക, ഒരു ചായ കുടിക്ക്, സ്പീഡ് കുറയ്ക്ക് എന്നൊക്കെ പറയാം. വിമാനത്തിൽ ആരോട് എന്ത് പറയാൻ? അത് പൈലറ്റ് പോലും അല്ല, ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ഇരുന്നാ നിയന്ത്രിക്കുന്നേ. നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ പോരാ, ഒരു 1.5 മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഫ്ലൈറ്റില് ഫുഡൊന്നും പിടിച്ചു കാണില്ല അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. പലപ്പോഴും ആഹാരത്തൊക്കെ നല്ലത് നിരാഹാരം. ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ കഴിക്കാൻ. വരൂ ചേച്ചി. അച്ഛാ ഇതാ ജോബ്. ഞാൻ ഇല്ലത്ത് വന്നിട്ടുണ്ട്. ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അവിയലും കണ്ണിമാങ്ങയും സംഭാരവും നല്ല ഇളം ചൂടുള്ള ചുക്കുകളും ഒന്നും പറയണ്ട, മറക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ്. ഗോവിന്ദരെ, എനിക്ക് ആ ദേഹണ്ണപ്പുരം ഒന്ന് കാണണം. താൻ എന്തൊക്കെ വിഡിത്തങ്ങളാ ചെയ്തു വെച്ചിരിക്കുന്ന അറിയണമല്ലോ. എവിടെയാ അത്? അതിനു മുമ്പ്
ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ മീറ്റ് ചെയ്യണം. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഓ, അപ്പൊ എല്ലാം ഒന്ന് എടുക്കൂ. അച്ഛനും അമ്മയും പിന്നെ വേറെ ചിലരും ഒക്കെ അമ്മാവനെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ണുറന്ന് നോക്കിയേ. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ പണിക്കരേട്ടൻ. 1 മാസം മുമ്പ് വരെ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമായിരുന്നു. ഇപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കും. എന്താ പറ്റിയത്? 2 വർഷം മുമ്പ്. രണ്ടൊന്നുമല്ല, കഴിഞ്ഞ മെയില്. അതെ, ഇവിടെ തന്നെ ഞങ്ങള് കാപ്പിയും കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഏട്ടന്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണു, കുഴഞ്ഞു വീണു. ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടി. ഡോക്ടേഴ്സ് എല്ലാം പരിചയക്കാരായതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കെയർ കിട്ടി. ആയുർവേദം ഒന്നും 6 മാസം അത് തന്നെയായിരുന്നു. വലതുകൈക്ക് ഇത്രയും ജീവൻ വെച്ചത് അതുകൊണ്ടാ. ചേട്ടന് വേണ്ടിയാ വിവാഹം ഇവിടെ വെച്ചാക്കിയത്. ഓഹോ. പയ്യന്റെ അമ്മ ഷീസ് നോ മോർ. എന്താ? ചേട്ടത്തി പോയിട്ട് 3 വർഷമായി. ഓ, അതിനുശേഷം ഈ അസുഖം ഉണ്ടായത്. തരാം. പണിക്കർ ചേട്ടന്റെ ചേച്ചിയുടെ വിവാഹത്തിനും തിരുമേനി ആയിരുന്നു എന്ന് പാചകം. ഓ, തൃപ്രയാർ വെച്ച് 30 കൊല്ലം മുമ്പ്. ഓ, അന്നത്തെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ടെന്ന്. ഈശ്വര. എന്താ ഡാഡി? തിരുമേനിയുടെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ. ഓ ഓ, കാലിൽ തൊട്ട് തൊഴുതോളൂ. ഓക്കെ. യവന്മാരെ കാണുന്നില്ലല്ലോ. ട്രാഫിക്കിൽ എങ്ങാനും കുടുങ്ങിയിട്ടുണ്ടാവും. ട്രാഫിക്കിന്റെ കാര്യം ഇറങ്ങും മുമ്പേ ആലോചിക്കണം. എവിടാടാ? വരുന്നേ, വേഗം വാ. ഇല്ല, ഞങ്ങൾ കളഞ്ഞിട്ട് പോകും. അവന്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. എടാ, അവന് നേരത്തെ ഹാജരാവണമെന്ന്. വേഗം വരാൻ പറ. ആ, ഓക്കെ ഓക്കെ. മറ്റന്മാരോ? ആ, ശരി ശരി, എന്നാ ബാ. അവന്മാരിപ്പോ വരും. നീ എന്നാ കഴിക്കാത്തെ? അയ്യോ, ഫിറ്റായി പോയാലോ? അച്ഛൻ കുഴപ്പമില്ല, അമ്മ പിടിക്കും. ബിയർ അടിച്ചിട്ടാ ഫിറ്റ് ആവാനാ? ഓഫീസിൽ നിന്ന്. ആ, എന്നാ രഞ്ജിത്തെ? ഓഹോ, ആ, അത് നമ്മൾ അയച്ചില്ലായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്യ്. നീ എന്നാണ് അന്തപ്പെട്ടിരിക്കുന്നത്? ഇതുവരെ കഴിച്ചില്ലായിരുന്നോ? അത് കണ്ടോ? അതാണ് മേനോൻ സാറിന്റെ വുഡ് പീസ് ആണല്ലോ. ഏത്? ദോ, ആ തിരിഞ്ഞിരിക്കുന്ന കക്ഷി, കറുത്ത ടീഷർട്ടും തൊപ്പി. കൂടെയുള്ളതാരാ? ആ, അതെനിക്കറിയില്ല. ഒന്ന് കാണണമല്ലോ ആ ഭാഗ്യവാനെ. നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യ്. അയ്യേ, എനിക്ക് ചമ്മല. എന്നെ ഓർമ്മയുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. 1 മിനിറ്റ്. അച്ഛാ, എടാ, എനിക്കറിയാം ഈ പാർട്ടിയെ. ആൾ ഇത് തന്നെയല്ലേ? പിന്നെ മേനോൻ സാറല്ലേ എന്നെ പരിചയപ്പെടുത്തിയത്.
എനിക്കറിയാം, ഞങ്ങളുടെ ബോസിന്റെ ഒരു വില്ല ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ വന്നൊരു പെൺകുട്ടിയുണ്ട്, ഇറാൻകാരിയാ. ഇവര് തമ്മിൽ ലൈനായിരുന്നു. അവളെ കാണാൻ ഇവൻ അവിടെ വരും. പലയിടത്തും വെച്ച് അവരൊരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കാരോ പറഞ്ഞും കേട്ടു ഇവർ ഒരുമിച്ച താമസമെന്ന്. നീ എന്തൊക്കെയാ പറയുന്നത്? കല്യാണം കഴിഞ്ഞെന്ന് വരെ സംശയമുണ്ട്. അതോ ലിവിങ് ടുഗദർ ആണോ? ഏതായാലും ഒരു പെശക് ലൈനാ. അച്ചായ, നിനക്ക് ആള് തെറ്റിയതായിരിക്കും. എനിക്കോ ആളെ തെറ്റാനോ? എന്നെ പ്രസവം എടുത്ത നേഴ്സിന്റെ മുഖം വരെ ഈ ജോബിന് ഓർമ്മയുണ്ട്. അപ്പോഴാ നീ എന്നാടോ ആലോചിക്കുന്നേ? നിന്റെ അനിയത്തിയുടെയും പൂർവ്വ കാമുകിടെന്ന് പറഞ്ഞല്ലോ അവൻ. അതല്ല, മേനോൻ സാറിനും ആ കുട്ടിക്കൊക്കെ ഈ കാര്യമൊക്കെ അറിയോ? അറിയാമായിരിക്കും, ചിലപ്പോ അറിയില്ലായിരിക്കും. പണക്കാരായ മാന്യന്മാരുടെ നാടകമൊന്നും നമുക്ക് മനസ്സിലാവത്തില്ലടാ. എന്നാ നമ്പൂതിരി ബാവിലെ നന്മ ഉണർന്നോ? എന്തായാലും കഷ്ടമായി പോയി. ആ കുട്ടി ഇവിടെ പഠിച്ചു വളർന്നാണെങ്കിലും നാട്ടിലെ കുട്ടികളുടെ പ്രകൃതമാണ്. പിന്നെ മേനോൻ സാർ ആളൊരു പാവമാണ്. അവർക്ക് ഈ ഒരു പയ്യനെ കിട്ടിയുള്ളൂ. എടാ, ചിലപ്പോ ഇവനെ ഇറാനി പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്താണ്. ചിലപ്പോ അവക്കും കാണും അങ്ങനെ ചില പാസ്റ്റൊക്കെ. ഇവിടെ ആകുമ്പോ ഏതാ തറവാട്, എന്താ പാരമ്പര്യം ഒന്നും ആരും ചോദിക്കുകയല്ല. അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ പതിവാ. 2, 3 കെട്ടി ഒളിഞ്ഞും തെളിഞ്ഞും താമസിക്കുന്ന പല കക്ഷികളെ എനിക്കറിയാം. വന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മേനോ സാർ വച്ചു കിട്ടുന്ന ജോലി 2 കൈ നീട്ടി സ്വീകരിക്കുക. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. പിന്നെ മറ്റൊരു കാര്യവും ഇപ്പം നിന്റെ ചിന്തയിൽ വരാൻ പാടില്ല. എടാ പുണൂലെ, എന്നാണ് നീ എല്ലാം കൂടെ എടുത്ത് കമത്തുന്നേ? കർത്താവേ, പറയാൻ പോയത് അബദ്ധമായി പോയല്ലോ. ഞാൻ അന്നേ നിന്റെ അമ്മയോട് പറഞ്ഞതാ, ചോദിച്ചു നോക്ക്. ഈ വിവാഹത്തിലൊരു ലക്ഷണപ്പശക ഞാൻ കാണുന്നുണ്ട്. എന്നാലും അച്ഛാ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മേനോൻ സാറെ ധരിപ്പിക്കണ്ടേ? ധരിപ്പിച്ചാൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ വിവാഹം നടക്കാതെ വന്നാലോ? ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അച്ഛാ അത്? കേട്ടറിവല്ലേ നമുക്കുള്ളൂ. അത് 100% സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? തന്നെയുമല്ല, മേനോനെ പോലെ നല്ല നിലയും വിലയുള്ള ഒരാള് വേണ്ടതിൽ അന്വേഷിക്കാതെ ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുവോ? ഇപ്പോഴത്തെ ആൺകുട്ടികളല്ലേ, ചില വികൃതികളൊക്കെ ഉണ്ടാവും. കല്യാണം കഴിയുമ്പോഴേ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. ദേ, അങ്ങനെ സമാധാനിക്കാനേ നമുക്ക് പറ്റൂ. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു പെൺകുട്ടി, അവർക്ക് നല്ലത് വരണേ, കേട്ടതൊക്കെ നുണയാവണേ എന്ന് പ്രാർത്ഥിക്കാം. ജാനകി, എന്താ? ജാനകിക്ക് മനുവിനെ എത്ര കാലമായിട്ട് അറിയാം? മനു? വുഡ് ബി ഇല്ലേ, മനു. ഓ, മനു. ചെറുതായിരിക്കുമ്പോ തൊട്ടേ മനുവിനെ അറിയാം. പണിക്കർ മാമനും അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരുപാട് കാലം ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ അറേഞ്ച്ഡ് ആണോ അതോ ലവ് മാരേജ് ആണോ? ഇതെന്താ, ഒരു ഇന്റർവ്യൂ ആണോ? അയ്യോ അല്ല, കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടാ. മനുവിനെ ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ട്. സത്യത്തിൽ വീട്ടുകാര് കല്യാണം ഉറപ്പിച്ച പിന്നെയാ ഞാനും വേറൊരു കണ്ണി കൂടെ മനുവിനെ കാണാൻ തുടങ്ങിയത്. മനുവിനെ പറ്റി ചോദിക്കായിരുന്നു, ഞങ്ങള് ലവ് ആണോന്ന്. ഇല്ല എന്നൊക്കെ ഇവള് പറയും, പക്ഷെ ലവ് ഉണ്ട്. ഫോൺ എടുത്താ നിർത്തില്ല. ഇവര് തമ്മിൽ വഴക്കിടാറുണ്ടോ? വഴക്കൊക്കെ ഉണ്ടാക്കും. അമേരിക്ക ഹയർ സ്റ്റഡീസിന് പോയിട്ട് വന്നേ പിന്നെ വേറൊരു സ്റ്റൈലാ, അതെനിക്ക് പിടിക്കത്തില്ല. അപ്പൊ വഴക്കാവും.
തുടങ്ങുന്നത് പോലെ സോറിയിൽ തീരുകയും ചെയ്യും അല്ലേ? ഹീസ് എ ട്രാവൽ ഫ്രീക്ക്. ചിലപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും. 2-3 ദിവസം കഴിഞ്ഞാലും ഫോൺ എടുക്കത്തില്ല. അപ്പോ ഞാൻ ബെസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. സാരമില്ല, കൈ കിട്ടട്ടെ, അപ്പൊ ഞാൻ ശരിയാക്കി എടുത്തോളാം. അല്ലേ? അയ്യോ അത്രയൊന്നും ആയില്ല. വയസ്സല്ല, ഷർട്ടിന്റെ സൈസാ. അതെന്തിനാ? വാങ്ങിക്കാൻ. എനിക്കോ? ഷർട്ടോ? എനിക്ക് ഷർട്ടൊന്നും വേണ്ട. അത് മേനോനങ്ങളോട് പറഞ്ഞാ മതി. ഞാനിപ്പോ വരാം. ഈ കൊച്ചു എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഷർട്ടൊന്നും വേണ്ട. സദ്യ ഒരുക്കാൻ വന്നവർക്ക് വസ്ത്രദാനം ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു ചടങ്ങുണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചാ പോരെ, എനിക്കെന്തിനാ? ആദ്യം വന്ന ആളല്ലേ, ബാലുവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കാനാ അച്ഛന്റെ ഓർഡർ. തൊഴുതോളൂ. അമ്മേ കാത്തോളേ. വച്ചോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കേശവനോടെ കേശവ സാമ്പാറിന്റെ കൂട്ടൊക്കെ കൊണ്ടെടുക്ക. മോളുടെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്കാണ്. അങ്ങോട്ട് കൊടുക്കും. കാലിൽ കൊടുത്തോളൂ. ഇനിയിപ്പോ ഞങ്ങൾ വേണ്ടല്ലോ, ഞങ്ങളിനി അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതിവിടെ നടന്നോളും. കാലത്തെ കഴിക്കാനുള്ളതാണ് ആദ്യം കാലാവുക. സദ്യക്കുള്ളത് കുറെ ഇരുട്ടിട്ട് തുടങ്ങിയാലും മതി. എന്താവശ്യം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. ചെല്ലു മോളെ. ഒരു മോളെ. ആ കുട്ടി നമസ്കരിച്ചപ്പോ എന്റെ ഉള്ളൊന്ന് പടച്ചു. എന്തു പറഞ്ഞാ ഞാൻ അനുഗ്രഹിക്കുക? എന്നാലും നല്ലത് വരണേന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടാ നിറങ്ങെ കൈവച്ചത്. പോയിന്നേരേ. അമ്മേ, ഞങ്ങളിനി ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. വേഗം വരണം, അച്ഛൻ അന്വേഷിക്കും. ഇവിടെ അടുത്തൊരു സ്ഥലം വരെയാ. ഓ നിനക്ക് ഈ വിസ്കി ഒന്നും അടിച്ച് ശീലമില്ലാത്തതാ. നിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ വിളിച്ചാലോ? അച്ചായ, ആ പെണ്ണിന്റെ മുഖം എന്റെ മനസ്സൊന്നും മായുന്നില്ല. ചതിയല്ലേ ഇത്? ചതി. നീ വിസ്കി അടിച്ച് ഫിറ്റായി നിന്റെ അച്ഛന്റെ മുമ്പിൽ പോയി വാൾ വെച്ചാലേ ഈ ചതി മാറി കിട്ടുമോ? ആ കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അച്ചായ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുത്. അച്ചായന് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആണെങ്കിലോ? നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം ആരെ കുറിച്ചും പറയരുത്. അത്രയും ബേസിക് നോളജ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ അന്വേഷിച്ചു, 100% ഉറപ്പുള്ള കാര്യം ജോബ് പറയത്തുള്ളൂ. എന്നാ എനിക്കൊന്നുകൂടെ എങ്ങോട്ടാ? വാടാ ഇങ്ങോട്ട്. അറിയാത്ത പിള്ള ചോറിയും പറയും എന്നിട്ട് കാരം വരെ പറയാറില്ലേ? വാ. കുറച്ചു നേരം അവിടെ വന്നിരിക്കൂ, ഇനി അവര് നോക്കിക്കോളും. അവര് നോക്കിയതേ കാണണേ. ഗോവിന്ദാരെ, ഗോവിന്ദാരെ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. വെള്ളം വെള്ളം കാണാനല്ല, ഒഴിക്കൂ. ഇതിൽ കണക്കൊന്നുമില്ലേ? ഒഴിക്കാൻ പറഞ്ഞാൽ ഒഴിച്ചോണ്ടേ ഇരിക്കുക.
താനെന്താ ചേരുന്ന അവിടെ? ഞാൻ എന്താ ചെയ്തേ? പരിപ്പ് കഴുകിക്കൊണ്ടിരുന്നു. എന്നാ അത് ചെയ്യൂ. ചെല്ലു. മറന്നല്ലോ. എന്താ എന്താ പറ്റി? എന്താ എന്താ പറ്റി? ഒന്നുമില്ല. തിരുമേനി എന്താ എന്താ പറ്റി? എന്റെ പൊന്നു ബാലു, നീ ഒന്ന് വാ. താഴെ പോ നീ. നിനക്ക് എന്താ പറ്റിയേ? വീട്ടിൽ നിന്നാ. അയ്യോ, അടിച്ച കാര്യം പറയല്ലേ. നീ ഉണ്ടായിരിക്കേ. ഹലോ, എന്താ? അതെയാ? ഓക്കെ. എടാ ബാലു, വാ വേഗം പോവാം. എന്താടാ? BP കുറച്ച് ഹൈ ആണെന്നാ പറഞ്ഞത്. ഞാൻ വർഗീസുമായി സംസാരിച്ചിരുന്നു. വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും, കിഡ്നി, ഹാർട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് അമ്മ പറഞ്ഞത്. ജോലിയിൽ ടെൻഷൻ കയറിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആഹാ. ഇരുന്നോളൂ. ഇത് കൊടുത്തു അല്ലേ? കൊടുത്തു. ഇത് എഴുന്നേറ്റ് നോർമലായി സാവധാനം കൊടുത്താൽ മതി. അങ്ങനെയല്ലേ ഡോക്ടർ വർഗീസും പറഞ്ഞത്? അതെ. ആ, സാരമില്ല. ഇനി ഒരു അരമണിക്കൂർ കിടന്നോട്ടെ, ആരും ശല്യം ചെയ്യണ്ട. രാജ അങ്ങോട്ട് പോയിക്കോളൂ. ഗസ്റ്റ് വരുമ്പോ പരിചയമുള്ളവർ ആരെങ്കിലും വേണ്ടേ? ഞങ്ങളിവിടെ നിന്നോളാം. ചേച്ചി, ഞാനിപ്പോ വരാം. നീ ചെല്ല്. വീണിട്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും? ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രഷർ അല്പം കൂടിയതാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? അതിന്റെ കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേ? ഒരു സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മയക്കത്തിലാ. അമ്മേ, എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ലേ ഒരു തലകറക്കം പോലെ? ഇന്നലെ പ്രഷറിനുള്ള മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു എന്റെ ഓർമ്മ. ഉണ്ടാവില്ല. കൊടുത്തു എന്ന് അമ്മയും പറയും, കഴിച്ചു എന്ന് അച്ഛനും പറയും. എന്നാലും ഇത്രയും നേരം കിടക്കാറില്ല. എവിടെങ്കിലും ഒന്ന് പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് ഒരു 5 മിനിറ്റ്, പിന്നെ കൈയും കാലും കഴുകിയ ആള് റെഡിയാ. അച്ഛാ, അച്ഛാ വിളിക്കണ്ട, തന്നെത്താൻ ഉണർന്നോട്ടെ. ബാലുവാ, വരൂ. എന്താ ഡോക്ടർ, അച്ഛന് വേറെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, തിരുമേനി കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്താൽ ഈ പാചകം അവിടുത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഗോവിന്ദേട്ടനുണ്ട്. പക്ഷെ അച്ഛനില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. പിന്നെ എന്താ വഴി മേന്നെ? അതിപ്പോ ബാലു പറയട്ടെ, അവർക്കല്ലേ ഇതിനെപ്പറ്റി കൂടുതൽ അറിയൂ. അല്ല, വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇനി സമയമില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. അച്ഛാ, ഇനി എന്താ ചെയ്യാ? അതിപ്പോ നമുക്ക് ഗോവിന്ദനാരെ ഏൽപ്പിച്ചാലോ? ഹേ, അതൊന്നും ശരിയാവില്ല. ഞാനിപ്പോ വരാം. അമ്മേ, ഞാനിപ്പോ വരാം. വാടാ, വാ. നമ്മൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ? ഈ അവസ്ഥയിൽ അച്ഛനെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ അവസാനം തിരുമേനിയുടെ ചില പൊടിക്കൈകളുണ്ട്, അതാണ് അറിഞ്ഞൂടാത്തത്. सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै।
ॐ सहना भवतु सहनौ भुवक्तु सह वीर्यं करवावहै ॐ सहना भवतु सहनौ भुवक्तु सह वीर्यं करवावहै എവിടുന്നാ നമ്മുടെ സാമ്പാറിന്റെ ഒരു മണം? ഞാൻ ഉണ്ടാക്കിയതാ. ഇത് മതി, ഇത് മതി. അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയല്ലോ. അമ്മേ, ഇനി ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ഇവിടെ ഇരിക്കും. ഞാനും ഗോവിന്ദേട്ടനും കൂടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിക്കോളാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അപ്പൊ അച്ഛന് കൊടുത്തേക്കണം. ഞാനീ കാണുന്നത് സ്വപ്നമാണോ ഭാനു? എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. നടന്നോട്ടെ, നടന്നോട്ടെ. ഔ, ഇതാണ് ദേഹണ്ണപ്പറയുടെ ഗന്ധം. ഒരു വങ്ങലോ കരിയലോ അടുക്കി പിടിക്കലോ വന്നാൽ എനിക്ക് മണം വരും. ഇത് ശുദ്ധം. ഓ എന്റെ തിരുമേനി, ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. എന്റെ കെട്ടും ഭാണ്ഡവും പടയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കാര്യം നടന്നില്ല വെച്ചാൽ അതിലും ഭേദം ചാകുകയല്ലേ. അച്ഛന് എണീറ്റ് നടക്കാറായോ? നടക്കേ, വേണമെങ്കിൽ ഓടും. കാണണം നിനക്ക്. കേട്ടോ കുഞ്ഞ്, ഇവൻ 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ വന്ന് വല്ലതൊക്കെ കണ്ടും കേട്ടും നടന്നിട്ടുള്ളതല്ലാതെ ഇവനെ ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്തിനാ പഠിപ്പിക്കുന്നത്? കണ്ടും കേട്ടും അറിയുന്നതാ ഏറ്റവും വലിയ പഠിപ്പ്. അത് മകന് കിട്ടി, ഞങ്ങൾക്ക് സമാധാനമായി. അല്ല, ഞാൻ കുടിക്കാൻ നിങ്ങളോട്. സത്യത്തിൽ താങ്കളെ കണ്ടോണ്ടാണ് ഞാനിതിനെ ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ മകന്റെ കാര്യത്തിൽ ആ വരവ് ഇത്രയും വലിയൊരു നിമിത്തമാവുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് നന്ദിയോ നമസ്കാരമോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി ബാലുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അയാൾ മിടുക്ക് കാണിക്കേണ്ടത് അച്ഛൻ്റെ കലയിൽ തന്നെയാണ്. സർ, അങ്ങോട്ട് ചൂടുണ്ട്. രസം ഏത് സമയത്തും ഏതിൻ്റെ കൂടെ ആകാവുന്ന രസം. അതാ ഇതിൻ്റെ ഒരു രസം. ഞാൻ അച്ഛനോട് പറയായിരുന്നു തന്നെ ഇനി നാട്ടിലേക്ക് അയക്കുന്നില്ലെന്ന്. ബാലു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. മേനോൻ ചേട്ടൻ പുറകിലുണ്ടാവും, കൂടെ ഞാനും ഉണ്ടാവും. പേരും ഇപ്പം തന്നെ പറയാം, രസം. ആ, രസം.
ബാലു രസം എന്ന റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. 1.5 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. മേനോൻ ചേട്ടൻ്റെ മകൾ ജാനു. ജാനുവിൻ്റെ വിവാഹമാണ് നാളെ, തലേ ദിവസം രാത്രി. കാര്യങ്ങൾ ഇതുവരെ ഭംഗിയായി നടന്നില്ലേ? എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ. ഓ ആയിക്കോട്ടെ. ആ ഞാനിവിടെ ഉണ്ട്. ആ ശരി. ബാലു അഭിമാനം കാത്തു എല്ലാവരുടെയും. ഒരു മിനിറ്റ്. ആ പറ ലാലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് പേഴ്സണലാ. മേനോൻ ചേട്ടാ, ചേട്ടൻ നടന്നോ, ഞാൻ വന്നേക്കാം. ഓ ശരി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിനൊരു കുറ്റബോധം. എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി. അതെനിക്ക് പറയാൻ എന്തെങ്കിലും സ്വാതന്ത്ര്യമുള്ളത് അച്ഛനോടാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. മേനോൻ സാറോടാണെങ്കിൽ പറയാൻ വയ്യ. അതിനുള്ള അടുപ്പവുമില്ല, ധൈര്യമില്ല. ലാലേട്ടനാകുമ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലാലേട്ടനൊന്ന് കേൾക്കണം. ഇതൊന്ന് കണ്ടു നോക്കി. Excellent. Sir, it's a new trend. It all comes from India. Then I'll go with this trend. What's your color preference? I like all colors. Let's go with red. You know why? Red is the color of love. I think you're a very romantic person. That's what people say. Okay, job will take care of rest of the things. Is it okay? Yeah, it's my honor to design your villa. I've seen some of your films, but I'm sorry, I don't remember the names of the movies. My films? Yes. My friend Manu has so many of your movies. He's from your place, Kerala. Where is he? He's busy designing a wedding. You know, we should get married before the baby comes out. Can I take a picture with you? Yeah, sure. Could you? Yeah, sure. Come. Thank you. Can I take a picture with you? Oh, yeah, sure. One more. Take one more. Okay. Thank you. You're welcome. God bless you. നല്ലത് വരട്ടെ. Thank you. Good night. സർ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ടല്ല, വളരെ വളരെ അത്യാവശ്യമായിട്ട്. മനു ഇരിക്കൂ. ഒരു ഡ്രിങ്ക്. താങ്ക് യു സർ. എന്താ കഴിക്കില്ലേ? അതല്ല, ബാച്ചിലർ പാർട്ടി നടക്കല്ലേ, ഇനി ഇവിടുന്ന് കൂടെ അടിച്ച കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും. ഞാൻ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് പോവാം. മേനോൻ ചേട്ടൻ്റെ മകള് എൻ്റെ മകളാണ്.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു കർമ്മം നടക്കുകയാണ് നാളെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഐ നോ മനു, യു ആർ സ്ട്രേറ്റ് ഫോർവേഡ്. സോ പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്. Do you know this girl? ഈ കുട്ടി അറിയാം? No. Who's this? Is this me? How? This is cheating. Yes, this is cheating. ആരാണ് ഈ സ്ത്രീ? I don't know. This is Marv. നിനക്ക് ഈ കുട്ടി അറിയില്ല? No. Hey, ഇരിക്കവിടെ. Sit down. എനിക്ക് വേറൊരു മുഖമുണ്ട്. എന്റെ സിനിമയിലെ ചട്ടമ്പിത്തരേ നീ കണ്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ജീവിതത്തിൽ ഞാനത് പുറത്തെടുക്കും. നിനക്ക് ഇവിടെ അറിയില്ല? Look at me. I know her. But we are only friends. That's all. Friends? ഞാൻ ഇന്ന് ഇവളുടെ വീട്ടിൽ പോയിരുന്നു. അവളെ കണ്ടു. And she is carrying your baby. ഒരു ഫോൺ കോൾ. പോലീസിനെ ഒന്ന് വിളിച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ നീ അകത്താ ഫോർ ചീറ്റിംഗ്. മനു, എത്ര പേരെയാണ് നീ ചീറ്റ് ചെയ്യുന്നതെന്നറിയാം? ആരൊക്കെയാണ് ഇതിന്റെ ചീത്ത വശങ്ങൾ അനുഭവിക്കുന്നതെന്നറിയാം? മനു, ജീവിതം ആസ്വദിക്കണം. യു ഹാവ് ടു സെലിബ്രേറ്റ്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാവരുത്. പ്രായത്തിന്റെ ആണോ വിവരക്കേടുകൊണ്ടാണോ സംഭവിച്ചു പോയി? തിരുത്താൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ഞാൻ അവളെ അവോയ്ഡ് ചെയ്തോളാം. അവോയ്ഡ് ചെയ്യണം? നീ നാളെ വേറെ സിറ്റുവേഷനിൽ മേനോജന്റെ മോളെ അവോയ്ഡ് ചെയ്യില്ലെന്ന് ആർക്കറിയാം? ഇനി നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്നെ കാത്തിരിക്കുന്ന അവളുടെ അടുത്തേക്ക് നീ പോണം. ഇനി അവളാണ് നിന്റെ കൂട്ട്. പിന്നെ പണം, ബിസിനസ്സിനായിട്ടും ഡൗറി ആയിട്ടും മേനോജേട്ടൻ കുറെ പണം നിനക്ക് തന്നിട്ടുണ്ട്. അതൊന്നും നീ തിരിച്ചു കൊടുക്കണ്ട. ഞാൻ മേനോജേട്ടനോട് പറഞ്ഞോളാം. പിന്നെ നാളത്തെ കല്യാണം, അത് നമ്മുടെയൊക്കെ കണക്കിനപ്പുറത്തെ ഒരു കണക്ക് മുകളിലുണ്ട്. ഞാൻ നോക്കിക്കോളാം. ഇതൊന്നും ആരും അറിയണ്ട. വയ്ക്കോ. കല്യാണ ചെറുക്കൻ്റെ വിശേഷങ്ങൾ കേട്ട് ഈ ഇരിക്കുന്ന ധൈര്യശാലിയായ മേനോൻ ബോധം കെട്ടു വീണു. ജാനു അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിരുന്നു വന്നവർ നിരാശയോടെ മടങ്ങി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അത് 100% ശരിവെക്കുന്ന വിധം അധികം വൈകാതെ ജാനുവിന്റെ വിവാഹം നടന്നു. ജാനുവിന് ഞാനൊരു വരനെ കണ്ടെത്തി. ഇന്നവരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ജാനു വരൂ, വരനും വരൂ.
താങ്ക് യു ലാലേട്ടാ. ഇതാണ് വധൂവരന്മാർ.